ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ പിന്തുണച്ചതിന് തനിക്ക് അഭിപ്രായ വിലക്കെന്ന് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ്. തനിക്ക് താനാകാൻ കഴിയൂവെന്നും മല്ലിക സാരാഭായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിൽ എന്താണ് അവർ വ്യക്തമാക്കുന്നത്? ഏത് തരത്തിലേക്ക് അവർക്ക് അഭിപ്രായ വിലക്ക് വന്നു എന്നതാണ്? ആരുടെ ഭാഗത്തു നിന്ന്? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് തൃശ്ശൂരിലെ ജവഹർ ബാലഭവനിൽ വെച്ച് ഒരു പരിപാടി ആശാ വർക്കേഴ്സിന് അനുകൂലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. സിവിൽ സൊസൈറ്റി വിത്ത് ആശാ വർക്കേഴ്സ് എന്ന സംഘടനയാണ് ആശാ വർക്കേഴ്സിന് പൗരസമൂഹത്തിൻ്റെ ഓണറേറിയം എന്ന പരിപാടി സംഘടിപ്പിക്കുക. അതായത് ആശാ വർക്കേഴ്സിന് ഈ കൂട്ടായ്മ ഓരോരുത്തർക്കും 1000 രൂപ വെച്ച് സഹായം നൽകുന്ന പദ്ധതിയാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് റഫീഖ് അഹമ്മദാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിൽ സാറ ജോസഫ്, കെ അരവിന്ദാക്ഷൻ, കൽപ്പറ്റ നാരായണൻ അടക്കമുള്ള പൗരപ്രമുഖരായ ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മല്ലിക സാരാഭായിയും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം ഈ സംഘടന ചോദിച്ചപ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല, ഈ പരിപാടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ ഒരു കുറിപ്പും എഴുതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നു. പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുകയല്ല, ആശാ വർക്കർമാരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ കൈമാറി നൽകുന്നതാണ് ഈ പദ്ധതി. അങ്ങനെ ഓരോരുത്തർക്കും ആ തരത്തിൽ ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറാം. ഈ മല്ലിക സാരാഭായിക്കും ആ തരത്തിൽ പണം കൈമാറാൻ കഴിയുകയും ചെയ്യും. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതിനോടകം കൈമാറിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടിയുമായി സഹകരിക്കുന്നതിൻ്റെ പേരിൽ തനിക്ക് അഭിപ്രായ വിലക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നോട് അഭിപ്രായം ചോദിച്ചു. തൻ്റെ അഭിപ്രായം താൻ കൃത്യമായി പറഞ്ഞു. ഇനി അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലത്രേ എന്നതാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, തനിക്ക് താനാവാനേ കഴിയൂ, താൻ ഇനിയും അഭിപ്രായങ്ങൾ പറയും എന്ന ഉറച്ച വാക്കുകളാണ് മല്ലിക സാരാഭായിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ആരാണ് ഈ തരത്തിൽ വിലക്കിയത്, ആരാണ് ഈ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഈ പോസ്റ്റിൽ അവർ പറയുന്നില്ല. പക്ഷേ അവരുമായി ബന്ധപ്പെട്ട ആളുകളുമായി നമ്മൾ സംസാരിച്ചാണ്. നേരിട്ട് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വഴി നമ്മൾ അന്വേഷണം നടത്തിയാണ്. പല ആളുകൾ എന്നതാണ് കൃത്യമായി ഏതെങ്കിലും ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിൽ കൃത്യമായി സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായി അവരുടെ പേരുകളോ മറ്റും പറയാൻ അവർ തയ്യാറായില്ല. പലയിടത്തു നിന്നും തനിക്ക് വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് മല്ലിക സാരാഭായി അത്തരം ചോദ്യങ്ങളോട് പ്രതികരണമായി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തൊഴിലാളി ദിനമാണ്, തൊഴിലാളികളുടെ ഒരു സമരമാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് മല്ലിക സാരാഭായിക്ക് ഇത്തരം ഒരു അനുഭവം നേരിടേണ്ടി വരുന്നത്. അനുജ, അതാണ് തൊഴിലാളി ദിനത്തിൽ തനിക്കുണ്ടാകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ വിലക്കിനെ കുറിച്ചാണ് മല്ലിക സാരാഭായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന് ഒരു ക്രൗഡ് ഫണ്ടിംഗ് പരിപാടി തൃശ്ശൂരിൽ നടക്കാനിരിക്കുന്നു. അതിന്റെ ഫണ്ട് വിതരണം നടത്തുന്നത് മല്ലിക സാരാഭായിയാണ്. ആ പശ്ചാത്തലത്തിൽ തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പക്ഷേ അത് എവിടെ നിന്ന് വരുന്നു, ആരാണ് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പല വ്യക്തികളിൽ നിന്ന്, പല ഇടങ്ങളിൽ നിന്ന് എന്ന തരത്തിലേക്കാണ് അതിൽ ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.